ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു 4-വീലർ ഗുഡ്സ് കാരിയറായിട്ടാണ്. അപ്പോൾ ഈ ചെറുകിട വീട്ടിൽ നമുക്ക് ഈ ആക്രി സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ റോഡ് സൈഡിലിട്ട് ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയായിട്ടാണ് ഇന്നെൻ്റെ വരവ്. അപ്പോൾ അതൊന്ന് വണ്ടിയുടെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി മോഡലും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് വണ്ടി. ഇതാണ് വണ്ടിയുടെ കണ്ടീഷനും ബോഡി ക്വാളിറ്റിയും. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം വരുന്നത് 2015 മോഡല് ടാറ്റയുടെ ഏസ് ഡൈക്കോറാണ്. ഫ്രണ്ടിൽ മെഗാ എന്നുണ്ടെങ്കിലും വണ്ടി വരുന്നത് ഡൈക്കോറാണ്. വണ്ടി തെറ്റുകുറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ബോഡിപരമായിട്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. ഓവറായിട്ട് ഞാൻ പൊലിപ്പിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ അപാകതകളുണ്ട്, അത് ഞാൻ വരുന്ന വഴിക്കൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ നോക്കി നമ്മൾ ആദ്യം തന്നെ വീലാർച്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ തെറ്റുകുറ്റോ കാര്യങ്ങളൊന്നുമില്ല. വീല് കുറച്ച് മൊട്ടയാണ്, റീസോൾവ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ മേജറായിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ഫ്ലാറ്റിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു തുരുമ്പിൻ്റെ അംശം അവിടെ ഉണ്ട്, അല്ലാതെ ഫ്ലാറ്റിനും കാര്യമായിട്ട് പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ചേസിനും കാര്യമായിട്ട് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വണ്ടി നോക്കിക്കോളി. വണ്ടി എല്ലാ ഭാഗങ്ങളും ഞാൻ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി നേരിട്ട് കാണും ചെയ്യാം. എഞ്ചിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. ഉള്ളൊക്കെ കണ്ടോളി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളിൽ ഷീറ്റോ കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ചെറിയ പാച്ച് വർക്കായിട്ട്, അതായത് ചെറിയ കട്ടിങ്ങും അങ്ങനത്തെ പാച്ച് വർക്കുകളുണ്ട്. അല്ലാതെ തുരുമ്പിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇതൊന്നുമില്ല. അടിഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയാണ്. ഹൗസിങ്ങും കാര്യങ്ങൾക്കൊന്നും പൊട്ടോ ലീക്കോ അങ്ങനത്തെ ഒന്നുമില്ല. ടയറുകൾ മൊട്ടയാണ്, അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ടയറുകൾ മൊട്ടയാണ്. പിന്നെ ഈ പെയിൻറ്റുമ്പോൾ കൂടെ കുറച്ച് ഈ ഉള്ളിൽ നിന്നുള്ള തുരുമ്പിൻ്റെ അംശമുള്ള വെള്ളം ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഇതുണ്ട്, കാണുന്നുണ്ട്. കാരണം ഞാൻ ഇതിൽ റീടച്ചോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പച്ചക്കാണ് ഞാൻ ഈ വണ്ടി കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാൻ കുറേ ചൊറുക്കാക്കിയിട്ടോ കുറേ അങ്ങനെ പെയിൻ്റ് അടിച്ച് ചൊറുക്കാക്കിയിട്ടൊന്നുമല്ല ഞാൻ കാണിച്ചു തരുന്നത്. ഒരു ഉടായ്പ് പണിയെടുത്തിട്ടില്ല. ഈ കാണുന്ന കൊലത്തിലാണ് വണ്ടിയുടെ കണ്ടീഷനുള്ളത്. ചെറിയൊരു പാച്ച് അവിടെ വരുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടുള്ളൊരിതല്ല. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ ഉണ്ട്. ഉള്ളിലോ കാര്യങ്ങളോ എവിടെയും തുരുമ്പോ കാര്യങ്ങളോ പാച്ചൊന്നും കാണാനില്ല. അതിനുള്ള ക്വാളിറ്റി ഒരു 2015 ഒരു ഞാൻ ഈ പറയുന്ന വിലക്കുള്ളൊരു ക്വാളിറ്റിയിൽ ഈ വണ്ടി ഉണ്ട്. എനിക്ക് ഇനി കാണണം എന്നുള്ളവർക്ക് നേരിട്ട് വരാം. അല്ലേ, അത്യാവശ്യം ഇൻറ്റീരിയറത്തെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമോ കാര്യങ്ങളില്ല. ഈ വണ്ടിയുടെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 1,64,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതിനുള്ള എൻജിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ പരമായിട്ട് വലിവോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ പുതിയ തന്നെയാണ്, അത് ഞാൻ മാറ്റിയതാണ്. അത് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ കാര്യങ്ങൾ പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കുഴപ്പം പറയാനുള്ള മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്യണം. മെയിൻ ഗ്ലാസ് പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ വെള്ളം കാര്യങ്ങളൊക്കെ കയറുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അത് മാറ്റേണ്ടതാണ്. നിങ്ങളൊരു യൂസ് ചെയ്യാനുള്ള ഇത് കണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഓടുന്നതായിരിക്കും ബെറ്റർ. ഈ വാഹനം ഞാൻ പറഞ്ഞല്ലോ 2015 ഡൈക്കോറാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. ഒന്നും നമുക്ക് ഇനി നോക്കാനില്ല. ഇനി തെറ്റി കിടക്കണ എന്തെങ്കിലും പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തു തരും. എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് നോക്കുക. എൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കുക. ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം.